അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ അല്പസമയം സംസാരിക്കാൻ പോകുന്ന വിഷയം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. മുൻകാലങ്ങളിൽ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഞാൻ നൽകുന്നത്. ഒന്ന്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളേവ ഖുർആനും സുന്നത്തും തുല്യ പ്രമാണങ്ങളാണോ? ഇപ്പോൾ വിസ്റ്റം ടീം അത് മുജാഹിദിൻ്റെ പേരിൽ സമസ്തക്കാരുടെ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണിത്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത്, അവരുടെ ഇപ്പോഴത്തെ പുതിയ വാദം ഖുർആനും സുന്നത്തും ഒന്നാണെങ്കിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോരെ. ഖുർആനും സുന്നത്തും എന്ന് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഓതിവെച്ച ആയത്ത് അതിന് വിരുദ്ധമായിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെയും അനുസരിക്കണം. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ചര്യ അനുസരിക്കണം എന്നാണ് അർത്ഥം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽപ്പെട്ട കൽപ്പനയ്ക്ക് അവകാശപ്പെട്ടവരെയും കൽപ്പനയുടെ ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. അതിന് പല വ്യാഖ്യാതാക്കളും പലവിധ വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ കൊടുക്കുന്നത്, നല്ലൊരു വിഭാഗം ആളുകൾ കൊടുക്കുന്ന ഉലമാ എന്നാണ്, പണ്ഡിതന്മാർ എന്നാണ്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി ഒരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ ഫറുദ്ദൂഹു, ആ തർക്കത്തെ നിങ്ങൾ മടക്കണം, ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും. അപ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തർക്കം മടക്കണം എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് അവലെ ഉലുൽ അംറിനെ അള്ളാഹു ഒഴിവാക്കി. തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്. ദാലിക ഖൈറുൻ, അതാണ് ഉത്തമം. വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല വിശദീകരണവും അത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പര്യവസാനം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ വചനത്തിൽ പറഞ്ഞത് അപ്രകാരം: കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ ഗ്രന്ഥം ഞാൻ താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, ഇരുട്ടുകളിൽ, വിവിധങ്ങളായ ഇരുട്ടുകളിൽപ്പെട്ട ആളുകളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ബിഇദ്നി റബ്ബിഹിം, അത് പ്രവാചകൻ്റെ തന്നിഷ്ടപ്രകാരമല്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമാണ്. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നാം ഇറക്കിയിട്ടുള്ളത്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഈ വിഷയകരമായി വന്ന മറ്റൊരു വചനം, ആ വചനം അള്ളാഹു സൂറത്തെ ഇസ്രാ 9-10 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു.
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅ്മലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. അത് സന്തോഷവാർത്ത അറിയിക്കുന്നു, മുഅ്മിനീങ്ങളെ സന്തോഷവാർത്ത അറിയിക്കുന്നു, അവർക്ക് നല്ലതായ പ്രതിഫലം. പിന്നെ അവർ സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകൾക്ക് നല്ലതായ പ്രതിഫലമുണ്ട് എന്ന വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നു. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അഅ്തദ്നാ ലഹും അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയുണ്ടെന്നും ശിക്ഷ നാം തയ്യാർ ചെയ്തിട്ടുണ്ടെന്നും ഈ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. അത് ഖുർആനിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് സൂറത്ത് നിസാ 59-ാമത്തെ വചനം. അതുപോലെ സൂറത്ത് ആലു ഇമ്രാൻ 32-ാം വചനത്തിൽ അള്ളാഹു അരുളി ഖുൽ അത്തിഉല്ലാഹ വർ റസൂല, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. വൈൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, തീർച്ചയായും കാഫിറുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ഖുർആനും സുന്നത്തും വിട്ട് കളഞ്ഞ് മറ്റു പലരെയും അനുസരിക്കുക എന്നത് കുഫറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആൻ വീണ്ടും അരുളി, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അത്തിയുർ റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ഓലാ തുബ്തിലു അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. അപ്പോൾ ഒരു വിഷയത്തിൽ നാം അള്ളാഹുവിനെയും റസൂലിനെയും വിട്ടുകൊണ്ട് മറ്റു വല്ലവരെയും അനുസരിക്കുന്ന പക്ഷം നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും എന്നാണ് ഈ വചനം അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ഈ വചനം കൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അതുപോലെ അള്ളാഹു വീണ്ടും വരലു ഒമൻ യുത്ഇല്ലാഹ വർ റസൂല, ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ്. ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയീൻ, പ്രവാചകന്മാർ, വസിദ്ദീഖീന, സത്യസന്ധന്മാർ, അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെയുള്ള സത്യസന്ധന്മാർ, വശുഹദായി, രക്തസാക്ഷികൾ, വസ്വാലിഹീന, സജ്ജനങ്ങൾ. അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാരാ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്ന് സൂറത്തുൻ നിസാ 69-ാം വചനത്തിലും അള്ളാഹു അറിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ്, തീർച്ചയായും ഏറ്റവും നല്ല വർത്തമാനം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഇത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വഅഖ്റജൽ ബൈഹഖിയു ബിസനദിൻ സ്വഹീഹിൻ, സ്വഹീഹായ പരമ്പരയോട് കൂടി ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. കാന അബൂബക്കർ ഇദാ വറദ അലൈഹി അംറുൻ നളറ ഫീ കിതാബില്ല, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യമായി അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് നോക്കുക. ഫൈലം യക്കുൻ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ അതിന് പരിഹാരമില്ലെങ്കിൽ ഫബിമാ സുന്നത്തി റസൂലില്ല, പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൽ എന്താണ് പറഞ്ഞ്, നബിചര്യ എന്താണ് എന്ന് നോക്കും. ഇത് ഫതഹുൽ ബാരി 13-ാം വാല്യം 115-ാം പേജിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഇമാം ബുഖാരി ഉദ്ധരിച്ചതായിട്ട് പിന്നെ ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞ അതാണ് ഖൗലു ഉമർ, ഹാദൽ കിതാബുല്ലദി ഹദല്ലാഹു ബിഹി റസൂലക്കും, വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ റസൂലിനെ അള്ളാഹു ഹിദായത്തിലാക്കിയത് ഈ ഗ്രന്ഥമാണ്. വഖുദൂ ബിഹി തഹ്തദു, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, എങ്കിൽ നിങ്ങൾ നേർവഴി പ്രാപിക്കും. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഫതഹുൽ ബാരി
7-ാം വാല്യം 51-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ലാ യുതാഉ ഫീമാ വാഫഖൽ ഖുർആൻ, ഖുർആനോട് യോജിച്ച പ്രവാചകൻ്റെ അഭിപ്രായമല്ലാതെ അനുസരിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുന്നത് ഖുർആന് വിരുദ്ധമാണെങ്കിൽ അതനുസരിക്കാൻ പാടില്ല എന്നാണ് ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നത്. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത്, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ജഹദ ഹർഫൻ ഫഅക്സറ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് ഒരു ഹർഫോ അതിലധികമോ വല്ലവനും നിഷേധിക്കുന്ന പക്ഷം, ഔ സാദഹു, അല്ലെങ്കിൽ ഖുർആനിൽ അധികരിപ്പിക്കുന്ന പക്ഷം, ഔ ഗയ്യറഹു, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനത്തെ മാറ്റത്തിരുത്തൽ വരുത്തുന്ന പക്ഷം, ഔ ഖാല ലൈസ ബിമുഅ്ജിസ്, അല്ലെങ്കിൽ ഖുർആനിന് മുഅ്ജിസത്തില്ല എന്ന് വല്ലവനും വാദിക്കുന്ന പക്ഷം, ഔ ജഹദ സൂറത്തൻ ഔ ആയത്തൻ, അല്ലെങ്കിൽ വല്ല സൂറത്തിനെയും ആയത്തിനെയും നിഷേധിക്കുന്ന പക്ഷം, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്, ഫലാ ഇഖ്തിലാഫ, തർക്കമില്ല, അന്നഹു കാഫിറുൻ, തീർച്ചയായും അവൻ കാഫിറാണ്. എന്നാൽ ഒരു ലഈഫായ ഹദീസിനെ, മൗളൂആയ ഹദീസിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാവില്ല എന്ന് മുസ്ലിം ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും അറിയുന്ന, അങ്ങനെ ആരും രേഖപ്പെടുത്തിയിട്ടുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അൽ ഇഹ്ലാമു ബി ഖവാത്തിഇൽ ഇസ്ലാം എന്ന ഗ്രന്ഥം അതിൻ്റെ 23-ാം പേജിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.